ഈ സർക്കാർ കടുംവെട്ടാണ് എന്ന് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാര്യം. ഒന്ന്, ഈ ബ്രൂവറി അടക്കമുള്ള വിഷയങ്ങളിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന തട്ടിപ്പ് പരിപാടിയിൽ, തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഈസാവും, അത്രയേ ഉള്ളൂ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഇപ്പോൾ മോഡിയുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എങ്ങനെയാണ്? അദാനിക്കാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അദാനിക്ക്, മോഡിക്ക് വേണ്ട ആൾക്ക് കിട്ടും, ബാക്കിയുള്ളവർക്ക് കിട്ടില്ല. ബാക്കിയുള്ളവർക്കൊന്നും അത്ര എളുപ്പമല്ല ബിസിനസ്. അദാനിക്ക് ഇങ്ങനെ വളരാൻ പറ്റും. അതുപോലെ ചില സ്ഥാപിത താല്പര്യക്കാർക്ക് സർക്കാരുമായി പണമായോ വേറെ ഏതെങ്കിലും തരത്തിലോ ബന്ധമുള്ള ആളുകൾക്ക് മാത്രം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സാണ്. അവിടെയാണ് എൻ്റെ ചോദ്യം. പഞ്ചായത്തുകൾ, ഇപ്പോൾ 2017 വിഷയത്തെക്കുറിച്ച് ഒരുപാട് എഴുതുകയും പറയുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പഞ്ചായത്ത് സെക്രട്ടറിക്ക് അധികാരം കൊടുത്തൊരു ഉത്തരവായിരുന്നു അത്. ജഡ്ജിന് ഓർമ്മയുണ്ടാവും. പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞാൽ മതി, പഞ്ചായത്ത് കമ്മിറ്റി പറയണ്ട. പഞ്ചായത്ത് സെക്രട്ടറി. അപ്പോൾ നാട്ടിലൊക്കെ ഈ പഞ്ചായത്ത് സെക്രട്ടറി നിയമിക്കുന്നത് ഗവൺമെൻറ്റാണ്. എത്ര പഞ്ചായത്തുകളിൽ എനിക്കറിയാം ക്വാറിക്ക് പഞ്ചായത്ത് സെക്രട്ടറി അനുമതി കൊടുക്കും, പഞ്ചായത്ത് വേണ്ടാന്ന് പറയും. ഇത് മണ്ണെടുപ്പിന്, ഇങ്ങനെ നിരവധി വെള്ളമെടുപ്പിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചായത്ത് സെക്രട്ടറിയെ പിടിച്ചാൽ നടക്കും. എന്നിട്ട് പഞ്ചായത്ത് സെക്രട്ടറി പറയും. അപ്പോൾ പിന്നെ ഒന്നാമത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അധികാരം കൊടുത്താൽ പിന്നെ പഞ്ചായത്ത് കമ്മിറ്റിക്ക് അത് ചോദ്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തർത്ഥമാണ് ജനാധിപത്യത്തിനുള്ളത്? മുഖ്യമന്ത്രിയേക്കാൾ അധികാരം ചീഫ് സെക്രട്ടറിക്ക് കൊടുത്താൽ ചീഫ് സെക്രട്ടറി തീരുമാനിച്ചാൽ മതി, മുഖ്യമന്ത്രി അത് അടിയിൽ ഒപ്പിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? പഞ്ചായത്ത് അതേ ഘടനയാണ്. പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ ചീഫ് സെക്രട്ടറിയാണ്. പഞ്ചായത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇതൊക്കെ ഭരണഘടനയിൽ എഴുതി വയ്ക്കുകയും രാജ്യം മുഴുവൻ നടന്ന് പഠിപ്പിക്കുകയും, നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെയല്ല, ഞാൻ 30 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച ആളാണ്. ഈ ജനകീയാസൂത്രണത്തിൻ്റെ കാലത്ത് കവല തോറും ഗ്രാമസഭ തോറും സെമിനാറുകൾ തോറും ഇതിനു വേണ്ടി വാദിച്ച ആളാണ്. എന്താ കാര്യം? പഞ്ചായത്തുകൾക്ക് ഈ അധികാരം കിട്ടിയാൽ നമുക്ക് അവരുടെ വെള്ളം സംരക്ഷിക്കാം ഇത് പറഞ്ഞിട്ട്. ഇപ്പോൾ അത് ഒറ്റയടിക്കങ്ങ് ഇല്ലാതാവുകയാണ്. അവിടുത്തെ വെള്ളം എടുത്താലും പഞ്ചായത്തിന് കുഴപ്പമില്ല, മണ്ണ് നശിപ്പിച്ചാലും പഞ്ചായത്തിന് കുഴപ്പമില്ല. ഇവിടെയാണ് പ്രശ്നമുള്ളത്. പിന്നെ പഞ്ചായത്തുകൾക്ക് എന്താ ആസൂത്രണം നടപ്പാവുക? അവരുടെ വെള്ളം നശിച്ചാൽ പിന്നെ പഞ്ചായത്തിന് എന്താ ആസൂത്രണം നടപ്പാവുക? അവിടുത്തെ കുടിവെള്ളം, ഈ എലപ്പുള്ളി പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം 12 ലക്ഷം രൂപയാണ് മുടക്കിയത് കുടിവെള്ളം കൊടുക്കാൻ. പഞ്ചായത്ത് കുടിവെള്ള വിതരണത്തിന്, ടാങ്കറിൽ വിതരണത്തിന് 12 ലക്ഷം രൂപ. 700 മില്ലിമീറ്റർ മാത്രം മഴ കിട്ടുന്ന ഒരു മഴനിഴൽ പ്രദേശത്ത് മഴക്കുഴി ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിൻ്റെ കണക്കൊക്കെ അറിയാം. ഇപ്പോൾ മന്ത്രി പറയുന്നത് കിൻഫ്ര എന്നാണ് വരികയാണ്. അദ്ദേഹം പോയി ഏതോ ഒരു മഴക്കുഴി കാണിച്ചു അഹല്യയിൽ. അവിടെ എത്ര ഏക്കർ സ്ഥലമുണ്ടെന്നൊന്നും ചോദിച്ചാൽ മതി, വേറെ ഒന്നും ചോദിക്കേണ്ട. അഹല്യയിൽ എത്ര ഏക്കർ സ്ഥലത്താണ് മഴക്കുഴി, ഈ മഴ വെള്ള സംഭരണി എത്ര ഏക്കറുണ്ട്? ഇവിടെ ആകെ 26 ഏക്കറേ ഉള്ളൂ. ഇത് പ്ലാന്റിനും എല്ലാം കൂടി. അവിടെ അതല്ല, അവിടെ 100 കണക്കിന് ഏക്കറുണ്ട്. അത് കയ്യേറ്റാന്ന് CPM തന്നെ ഒരു കാലത്ത് പറഞ്ഞിട്ടുമുണ്ട്.